ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയ്ക്ക് വലിയ ടെൻഷനാവാണ്. ജാതകദോഷം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ സംശയം തോന്നിയിട്ടുണ്ടാവോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയാണ്, എടി വേദേ, നീ ടെൻഷനാവാതെ, അവരുടെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഹരിതയാണ്. അതുകൊണ്ട് തന്നെ ഹരിതയോട് നമുക്ക് സംസാരിക്കാം, ഇതിനെക്കുറിച്ച് അവരോട് പറയാം. ഇതൊന്നും ആരും ഉണ്ടാക്കിയെടുത്തതല്ലല്ലോ, ഇതൊക്കെ അങ്ങനെ ഉണ്ടായതല്ലേ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഹരിതയോട് സംസാരിക്കാം. എന്നാലും ചേച്ചി, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു വേദന എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇനി ഇങ്ങനെ വേണ്ടാത്ത ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്കും മോളെ എന്നും പറഞ്ഞ് പോവുകയാണ് കേട്ടോ. പിന്നീട് നന്ദിനി തൻ്റെ താനൂരമ്മയുടെ അടുത്ത് ചെന്നിട്ട് പൊട്ടിക്കരയാണ്. താനൂരമ്മേ, ഞാൻ എന്ത് ചെയ്തിട്ടാ എൻ്റെ യതീന്ദ്രൻ സാറിനെ സെല്ലിലോട്ട് അടച്ചത്? അമ്മയുടെ അടുത്ത് തന്നെയല്ലേ ഞാൻ ആ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചത്. ആ വിഗ്രഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എനിക്കൊരു സൂചന തരായിരുന്നില്ലേ? എന്തിനു വേണ്ടിയാണ് അമ്മേ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത്? എന്താണ് അമ്മേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എൻ്റെ വിഷമം എന്താ അറിയാത്തത്? ഈ വീട്ടിലെ എല്ലാവരും എന്നെ ഒന്നടക്കം കുറ്റപ്പെടുത്തുന്നു. സത്യത്തിൽ യതീന്ദ്രൻ സാറിനെ ഞാനാണോ കുരുക്കിയത്? ഒരിക്കലും ഞാനല്ലല്ലോ കുരുക്കിയത്. അതിൻ്റെ സത്യാവസ്ഥ അമ്മയ്ക്കെങ്കിലും അറിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ സൂര്യകട്ടയ്ക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വീണ്ടും ഇങ്ങനെ സങ്കടത്തോടു കൂടി പൊട്ടിക്കരയുകയാണ്. ആ പാവം മനുഷ്യന് ഇപ്പോൾ സെല്ലിൽ കിടക്കുന്നത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയാണ്, ഇനി ഇങ്ങനെ വിഷമിക്കാതെ നന്ദിനി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സൂര്യ സാർ, ഇനിയിപ്പോൾ യതീന്ദ്രൻ സാറിൻ്റെ മനസ്സിൽ ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് തോന്നൽ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ അങ്ങനെ ഉണ്ടാവുമോ? എന്താ നന്ദിനി, അച്ഛനെക്കുറിച്ച് നീ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സ്നേഹം തരുന്ന ഒരാളാണ്. അതിന് എനിക്ക് നന്നായി അറിയാലോ. അച്ഛൻ്റെ സ്നേഹത്തിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് നിന്നെ എൻ്റെ അച്ഛൻ സ്നേഹിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയും സ്നേഹിച്ചിട്ടും നീ മനസ്സിലാക്കിയില്ലല്ലോ എൻ്റെ അച്ഛൻ. എനിക്കറിയാം, എങ്കിലും കൂടി ചോദിച്ചതാണ്. ഇല്ല, അച്ഛൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലില്ല. അപ്പോൾ നന്ദിനി പറയണം, ആ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചവർക്ക് ആർക്കും കുറ്റമില്ല. വിഗ്രഹം വെക്കാൻ ഞാൻ ഇവിടെ പറഞ്ഞതിലാണ് ഇപ്പോൾ കുറ്റമായത്. എന്താ, ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ജാമ്യം എടുക്കാൻ പോയാൽ ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ജാമ്യം കിട്ടാഞ്ഞത്. അതുപോലെ തന്നെ നീ വിഗ്രഹം ഉള്ളിൽ വെക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആപത്തുണ്ടായത്. ഇങ്ങനെയൊക്കെ പറയുന്ന കൂട്ടങ്ങളോട് എന്തോന്ന് പറയാനാണ് നന്ദിനി? അതൊന്നും നീ വിഷയമാക്കണ്ട. എന്തായാലും എൻ്റെ അച്ഛൻ ഒരു പാവമാണ്. ആ മനുഷ്യൻ്റെ തണലിലാണ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത്. ആ മനുഷ്യനില്ലെങ്കിൽ എനിക്ക് കഴിയില്ല. ആ മനുഷ്യൻ ഒന്നോ രണ്ടോ സംസാരിക്കത്തുള്ളൂ, പക്ഷെ അത് വല്ലാത്തൊരു സുഖം തന്നെയാണ്. ആ വാക്കുകൾ ഒന്നോ രണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ അതിലവിടെ ഒതുങ്ങും. അത്രയും സ്നേഹമാണ് ആ മനുഷ്യൻ എനിക്ക് തന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് താനൂരമ്മയുടെ അടുത്ത് ചെന്നിട്ട് സൂര്യ കരയുകയാണ്. സൂര്യ പറയണേ, ഈശ്വര, എൻ്റെ അച്ഛന് ധൈര്യം കൊടുക്കണേ, എൻ്റെ അച്ഛൻ ഒരിക്കലും വീണു പോകരുത്, എൻ്റെ അച്ഛന് അതിനുള്ള ആത്മശക്തി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനിക്ക് സങ്കടമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പത്മയാണ്. പൊട്ടി പൊട്ടി കരയുകയാണ് പത്മക്ക് സഹിക്കുന്നില്ല. കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുകയാണ്. തൻ്റെ ഭർത്താവ് അവിടെ കിടക്കുന്നത് ആലോചിച്ച് ഓർക്കാനേ വയ്യാതെ പത്മ ഇങ്ങനെ കരയുന്നു. യതീന്ദ്രനാണെങ്കിലോ തെക്കോട്ടും വടക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ കൊണ്ട് നടക്കുന്നു. യതീന്ദ്രനും ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്നാൽ നന്ദിനിയാണെങ്കിലോ ഉടുത്ത സാരി പോലും മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന പത്മയും മാറ്റിയിട്ടില്ല. ഇവിടെ സൂര്യയും മാറ്റിയിട്ടില്ല. എല്ലാവരും മാറ്റാതെ എല്ലാവർക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടെൻഷനോട് കൂടി നടക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അവരുടെ ഉള്ളിലൊക്കെ വലിയ വേദനയാവുകയാണ്. അവർക്കൊക്കെ വലിയ ടെൻഷൻ വരികയാണ്. ഈശ്വര, അച്ഛൻ്റെ അവസ്ഥ എന്തെന്ന് ആലോചിച്ച് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹരിത, രഞ്ജിത്ത്, ഉദയൻ, വന്ദനയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വന്ദനയുടെ ഉള്ളിൽ പേടി വന്ന് തുടങ്ങിയിരിക്കുന്നു. വന്ദന പറയാണ്, ദേ ഉദയ്, ഞാനൊരു കാര്യം പറയട്ടെ. എന്തോന്നാ? അതെ, എനിക്കിപ്പോൾ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നുന്നു. ഈ വീട്ടിലോട്ട് കാല് വെച്ച അന്നേ നാൾ മുതൽ ഇന്നേ വരെ ഇവിടെ ഒരു സ്വസ്ഥതമായ ഇങ്ങനെ ഒരു 4 പേരും കൂടി ഇരുന്ന് സംസാരിക്കാനുള്ള ആ ഒരു സ്വസ്ഥത പോലെ ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. എന്ത് സംസാരിക്കാൻ ഒരുങ്ങിയാലും ഇവിടെ പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ മകൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള നേര് തന്നെ. പക്ഷേ ഈ
വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും നമുക്ക് സ്വസ്ഥത എന്തെന്ന് അറിയാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സ് പറയുന്നത് ഇത് ഒരു ചേരാത്ത ബന്ധമായിരിക്കുമെന്ന്. നല്ല ബന്ധത്തിന് വേണ്ടി ഓടിയെത്തിയ നമുക്ക് തിരിച്ചടിയാണോ ഇനി കിട്ടാൻ പോകുന്നത്? എനിക്കങ്ങനെ തോന്നുന്നു ഉദയ്. ഇതൊക്കെ കേൾക്കുന്ന ഉദയ്, എന്താ എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? നീ ഇപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പത്മ തകർന്നിരിക്കുകയാണ്. അവളെൻ്റെ പെങ്ങളാണ്, അത് നീ മനസ്സിലാക്കണം. അതൊക്കെ എനിക്ക് അറിയാം ഉദയ്. എങ്കിലും കൂടി എനിക്കെൻ്റെ മോൻ്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ഹരിത പറയണം, മമ്മി മമ്മി എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ സംഭവിച്ചതൊക്കെ മമ്മിയും കണ്ടതല്ലേ? ഇതൊക്കെ യാദൃശികമായി വന്ന സംഭവങ്ങളാണ്, അല്ലാതെ ജാതക പൊരുത്തമില്ലായ്മ കൊണ്ടുള്ളതല്ല. അത് മനസ്സിലാക്കി. അല്ല, എനിക്കിവിടെ ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഈ വീട്ടിൽ പത്മാൻ്റിയൊക്കെ നമ്മളോട് എന്ത് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പത്മാൻ്റി, അതുപോലെ ഇന്ദ്രജ ചേച്ചി, ഈ വേദ, യതീന്ദ്രൻ അങ്കിൾ, ഇവർക്ക് എന്തൊരു നല്ല സ്വഭാവമാണ്. ഇവിടെ ആകെ സ്വഭാവമില്ലാത്ത സൂര്യക്കാണ്. സൂര്യ അങ്ങനെ പെരുമാറുന്നതിന് ഒരു കാരണമുണ്ട്. അവൻ ചെയ്ത തെറ്റ് അത് മറച്ചു വെക്കാൻ വേണ്ടി അവൻ എല്ലാവരോടും ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കുന്നു, അത്ര തന്നെ. അല്ലാതെ അവൻ ചെയ്ത് തെറ്റാണെന്ന് അറിഞ്ഞത് കൊണ്ട് അവനത് മറക്കാൻ വേണ്ടി ചെയ്യുകയാണ്. നിങ്ങളെന്താ അതൊന്നും മനസ്സിലാക്കാത്ത എന്നൊക്കെ പറയുമ്പോൾ രഞ്ജിത്തിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. രഞ്ജിത്ത് പറയണം, ദേ ഹരിത, സൂര്യ എന്ത് തെറ്റോ ചെയ്തോട്ടെ. നന്ദിനിയെ അവൻ വിവാഹം കഴിച്ചു. അവൻ ചെയ്ത തെറ്റ് നീ എന്തിനെങ്ങനെ പിടിച്ച് ഉയർത്തുന്നത്? എന്തിനാ നീ ഇവിടെ ഈ വീട്ടിൽ വെറുതെ സംസാരം ഉണ്ടാക്കുന്നത്? ഏത് സമയത്തും നന്ദിനിയുടെ കാര്യത്തിൽ നീ ഇടപെട്ട് ഈ വീട്ടിൽ പ്രശ്നം രൂക്ഷമാക്കുന്നത് എന്തിനാ? അതിൻ്റെ ആവശ്യം നിനക്കെന്തിനാ? അത് കേട്ടോടെ തന്നെ ഹരിത പറയാണ്, ദേ നീ അവർക്കൊപ്പം നിന്ന് സംസാരിക്കാൻ നിൽക്കണ്ട, അത് പ്രശ്നമാവും. പത്മാൻ്റിക്കും ഇന്ദ്രജക്കും എല്ലാവർക്കും നന്ദിനിയെ ഇഷ്ടമല്ല. അപ്പോൾ ആ സമയം അവർക്ക് ആരെ ഇഷ്ടമില്ലാത്ത വെച്ചാൽ ആ അതിൽ നമ്മളും പോകണമെന്നൊക്കെ പറയുമ്പോൾ ഇതേ ഹരിതേ, നിൻ്റെ ഈ പ്രവൃത്തി അതിര് കിടക്കുന്നു. അപ്പോഴേക്കും അവർ തമ്മിൽ വഴക്കാവുകയാണ്. ഇത് കാണുന്ന വന്ദന പറയണമെന്ന് നിർത്തുന്നുണ്ടോ? അപ്പോഴേക്കും ഉദയ് പറയണം, നിർത്തുന്നുണ്ടോ? അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ താൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഹരിതയുടെ ഫോൺ അവിടെ ഇരിക്കുന്നത് രഞ്ജിത്ത് കാണുകയാണ്. അപ്പോൾ രഞ്ജിത്തിന് പെട്ടെന്ന് ആ ഫോൺ എടുത്ത് പോകണമല്ലോ. അപ്പോൾ രഞ്ജിത്ത് പറയുകയാണ്, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, എന്താ വെച്ചാൽ കാട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഹരിതയുടെ ഫോൺ പെട്ടെന്ന് അവിടുന്ന് എടുത്ത് പോവുകയാണ് കേട്ടോ. ആ സമയം വന്ദന പറയണം, ഇപ്പം കണ്ടില്ലേ നമ്മുടെ മക്കൾ തമ്മിലും കൂടി ഇവരുടെ സംസാരിക്കുമ്പോഴത്തേക്കും വഴക്കായി പോകുന്നു. ഇപ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നത്, ഇത് പൊരുത്തക്കേടാണ്. അപ്പോഴേക്കും ഉദയ് പറയണം, വന്ദനെ നീ നിർത്തിക്കോ, ഇനി മേലാൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിച്ച് എന്നെ ഭ്രാന്ത് നീ കാണും. ഇപ്പോൾ പത്മ തകർന്നിരിക്കുകയാണ്, ഇതും കൂടി പത്മ അറിഞ്ഞു കഴിഞ്ഞാൽ പത്മക്ക് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് നിർത്തിക്കോ എന്ന് പറയാൻ കേട്ടോ. ആ സമയം ഹരിത, അല്ല എൻ്റെ ഫോൺ ഇവിടെ ഇല്ലല്ലോ. അത് കേട്ട ഉടനെ ഉദയ്, അത് അവനെടുത്ത് പോയിട്ടുണ്ടാവും, പോയി ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് ഹരിതയുടെ നേർക്ക് ഉദയ് അങ്ങ് ഒച്ചയിടുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയമാണെങ്കിൽ രഞ്ജിത്ത് തൻ്റെ ഫോണ്, അതായത് എവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് ഹരിതയുടെ ഫോൺ തുറക്കാൻ നോക്കുകയാണ്. അപ്പോൾ പാസ്വേഡ് ഓപ്പൺ ആവുന്നില്ല. ഈശ്വര, അതിൻ്റെ ചാർജ് കിടന്ന് തീരുമ്പോഴേക്കും എൻ്റെ ഫോൺ എവിടെയെന്ന് കണ്ടെത്തേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ ഈശ്വര, അതെവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിലോട്ട് വിളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹരിത അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഹരിത പറഞ്ഞു, ആഹാ, അപ്പോൾ നീ എൻ്റെ ഫോൺ എടുത്ത് വന്നോ? അയ്യോ, ഇത് നിൻ്റെ ഫോണായിരുന്നു, ഇത് എന്തോന്ന് സംസാരമാണ്? എൻ്റെ ഫോൺ നിൻ്റെ ഫോൺ നിനക്ക് കണ്ടാൽ തിരിച്ചറിയില്ലേ? എന്താ നിൻ്റെ മുഖത്തൊരു ടെൻഷൻ? നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറ, നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്താ നിൻ്റെ പ്രശ്നം? എന്താ പ്രശ്നം എന്നൊക്കെ നിർത്താതെ ചോദിക്കുമ്പോൾ, എനിക്കെന്ത് പ്രശ്നം? അല്ല, നീ മുഖത്ത് എന്തോ പ്രശ്നമുണ്ട്, നീ എന്തോ ടെൻഷനുണ്ട്, എന്താ ടെൻഷൻ നീ പറ, നീ എന്തോ മറച്ചു വെക്കുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ ഹരിത പറഞ്ഞു. നീ ഒന്ന് പോയേ, നിൻ്റെ ഫോൺ എടുത്താലേ പ്രശ്നം, ഫോണോട് പോയിക്കോ, കാര്യം തീർന്നല്ലോ എന്ന് പറയുന്നത്. ആ സമയം ഹരിത സംശയത്തോടു കൂടി തന്നെയാണ് കേട്ടോ പോകുന്നത്. അതേസമയം രഞ്ജിത്ത് ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ആ ഫോണിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി. ആ ഫോൺ എവിടെയെന്ന് അറിയില്ല, അതിലോട്ട് വിളിച്ചു നോക്കുക എന്നുള്ള അതും വെറുതെ ആയിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ രഞ്ജിത്ത് ചിന്തിച്ച് നിൽക്കുകയാണ്. ഈ സമയം ഇന്ദ്രജ, വേദ, അതുപോലെ വിജയൊക്കെ ഡ്രസ്സ് മാറി സോഫയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വേദ വന്നിട്ട് പറയുകയാണ്, എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോൾ എന്തായിരിക്കും ഡാഡിയുടെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്തായാലും ഇനി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേദ പറയണേ, എൻ്റെ കൂട്ടുകാരികൾ ഒന്നടക്കം ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, ആ സമയമാണ് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടായി, അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന്. അപ്പോൾ വിജയ് പറയണേ, അത് നന്നായി, കാരണം മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കാൻ രസമുള്ള കാര്യമായിരുന്നു, അപ്പോൾ അത് ഒഴിവാക്കിയത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയം കാണാം വേദയുടെ ഫോണിലോട്ടൊരു കോള് വരുന്നു. വേദ അത് എടുക്കുകയാണ്. മോളെ, ഇത് അച്ഛനാണ്. ആ എന്താ അച്ഛാ? ഇത് ഹിമയുടെ അച്ഛനാണ്. ആ പറയൂ അച്ഛാ. അല്ല, ഹിമയുടെ അമ്മ പറഞ്ഞിട്ട് വിളിക്കുകയാണ്.
എവിടെയാണ് നിങ്ങൾ? വീട്ടിലുണ്ട്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞോ? ഓ കഴിഞ്ഞു. അപ്പോൾ ഉടനെ പറയാണ് എന്തായാലും എൻ്റെ മോളോട് ഇനി അധികം വൈകാതെ വീട്ടിലോട്ട് തിരിച്ചു വരാൻ പറ. അവളുടെ അമ്മക്കാണെങ്കിൽ വലിയ ടെൻഷനാണ് അവൾ എങ്ങോട്ടേലും പോയാൽ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി വേദ എന്താ അച്ഛാ ഈ പറയുന്നത്? ഹിമ ഇവിടെ ഇല്ലല്ലോ. ഈ വീട്ടിൽ നിന്ന് എത്രയോ നേരത്തെ ഇറങ്ങിയല്ലോ. എന്താ ഈ പറയുന്നത്? ഹിമ ഇറങ്ങിയെന്നോ? അപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരിക്കോ അങ്ങനെ എങ്ങോട്ടേലും പോയിട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് ഇല്ലെന്ന് പറയുകയാണ് വേദ. അപ്പോൾ അങ്കിൾ ഞാനെന്തായാലും അന്വേഷിക്കട്ടെ, അച്ഛനെ അന്വേഷിച്ചിട്ട് വിവരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഈശ്വര ഇന്നലത്തെ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ വീട്ടിൽ ഈ പരിപാടി നടന്നിരുന്നു. ഇതിപ്പോൾ എന്താപ്പാ ഹിമക്ക് പറ്റിയത്? അപ്പോൾ ഇന്ദ്രജി പറയാണ് അവൾ ആ കുങ്കുമം വീണത് ഡ്രസ്സ് മാറ്റാൻ പോയതാണ്. പിന്നീട് അവളെക്കുറിച്ച് നമ്മൾ ആരും അന്വേഷിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇനിയിപ്പോൾ അവൾക്ക് വല്ല കൂട്ടുകാരന്മാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വേദയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ.